പുനെ സ്വദേശിയായ വ്യവസായി കേതൻ വിശാൽ അഗർവാളിന്റെ മരണം ആസൂത്രിത കൊലപാതകം. പ്രതിശ്രുത വധു സിയ കുറ്റം സമ്മതിച്ചു. സിയയും ആൺസുഹൃത്തും അറസ്റ്റിലായിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ കോട്ടയിൽ ട്രക്കിങ്ങിനിടെ താഴ്ചയിലേക്ക് വീണാണ് കേതൻ കൊല്ലപ്പെട്ടത്. കോടികൾ ചെലവിട്ട് നടന്ന വിവാഹം ഗംഭീരമാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ അവസാനം പങ്കുവച്ച വീഡിയോ അടക്കം ഇപ്പോൾ ചർച്ചയാവുകയാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും, വലിയ ഞെട്ടലുണ്ടാക്കുന്നതുമാണ്. പ്രതിശ്രുത വരനെ കാമുകനൊപ്പം യുവതി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ആ വിവാഹം വേണ്ടെന്ന് വെക്കാമായിരുന്നു, പകരം അയാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ ആസൂത്രിത കൊലപാതകത്തിന് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അഭിനന്ദ്? സ്മൃതി, അങ്ങേറ്റം നടുങ്ങിയ സംഭവം തന്നെയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്നൊന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഒരു സ്വാഭാവികമായും താഴ്ചയിലേക്ക് വീണ് മരിച്ചു എന്നായിരുന്നു അത് വിശ്വസിപ്പിക്കുകയും ചെയ്ത്. ഇപ്പോൾ പ്രതിശ്രുത വധു തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ആൺ സുഹൃത്തും അറസ്റ്റിലായിരിക്കുന്നു. എന്തായാലും ഇതിന്റെ ഒരു സംഭവം എന്നത് കേതൻ എന്നാണ് ഈ കൊല്ലപ്പെട്ട കേതൽ അഗർവാളും സിയ ഗോയലും തമ്മിൽ അവരെ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചു. ഇതും അവര് പ്രണയിച്ചു. അതിനുശേഷം വീട്ടിൽ പറഞ്ഞു അവർ കല്യാണം ഉറപ്പിച്ചു. കോടികളുടെ ആസ്തിയുള്ള രണ്ടുപേരും വീട്ടിൽ പറഞ്ഞു അവർ കല്യാണം ഉറപ്പിച്ചു. ഇയാളുമായിട്ട് പ്രണയത്തിൽ ഇരുന്ന സമയത്ത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു കാമുകൻ സിയയ്ക്കുണ്ടായി. ചേതൻ ചൗധരി എന്നാണ് അയാളെ പേര്. അപ്പോൾ അതിനുശേഷം ആദ്യത്തെ പ്രണയം കല്യാണമായി ഏകദേശം അടുത്ത് വീട്ടുകാർ കല്യാണം ആലോചിച്ചതിന് ശേഷം എല്ലാം ഉറപ്പിച്ചു. അതിഥികൾക്ക് 2 വിമാനമാർഗം എന്നിവയൊക്കെ അറേഞ്ച് ചെയ്തു. ഇതിനിടയിൽ വെച്ച് സിയയ്ക്ക് കേതൽ അഗർവാളിനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. കാരണം അപ്പുറത്ത് അടുത്ത കാമുകനെ കിട്ടിക്കഴിഞ്ഞു. അവനുമായിട്ട് ഭയങ്കര പ്രണയത്തിലായി. അപ്പോൾ ഇവനെ വകവരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഗൂഢാലോചനകൾ തുടങ്ങി. വാർത്തയാണ്. പുനെയിൽ പ്രതിശ്രുത വരനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് പിന്നാലെയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കൊലപാതക രീതികൾ ഓൺലൈനിൽ തിരഞ്ഞെന്നും കൊലപാതകം നടത്തിയത് 3ാം ശ്രമത്തിലെന്നും വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതുമായി ആ പ്രതിശ്രുത വരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് എങ്ങനെ കൊലപ്പെടുത്താൻ പറ്റും, എന്തിനാണ് സിയയ്ക്ക് കാമുകനുമൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലവൾക്ക് ആദ്യമേ പറയാമായിരുന്നു എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ശരിയാണ് പ്രണയിച്ചു, അതും പ്രണയിച്ചതാണ്. അയാൾക്ക് ആകെ 26 വയസ്സേ ഉള്ളൂ. റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. കോടീശ്വരൻ. അതുകൊണ്ടാണല്ലോ 17 കോടിയുടെ കൊട്ടാരമൊക്കെ എടുത്ത് കല്യാണം നടത്തണ, 2 വിമാന മാർഗം അതിഥികൾക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഊഹിക്കാന്നുള്ളതല്ലേ. ബന്ധപ്പെട്ട വിവാഹത്തിനായി വലിയ ഒരുക്കങ്ങൾ, 17 കോടിയുടെ കൊട്ടാരം ബുക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല ഒരുക്കങ്ങൾ. ഇതിനിടെ ഫോട്ടോഷൂട്ട് എന്ന നിലയിൽ ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ ആ ശ്രമം സക്സസ്ഫുൾ ആയില്ല. അതിനുശേഷം ഉണ്ടാകുന്ന ശ്രമത്തിൽ അപ്പോൾ ഇതൊരു ഫോട്ടോഷൂട്ട് എന്ന നിലയിൽ ലോഗഡ് കോട്ടയിൽ എത്തിച്ച് ആദ്യം ഇതുപോലെ കൊലപ്പെടുത്താൻ ഒരുങ്ങി. ഇതുപോലെ തന്നെ ആ ഉയരത്തിൽ നിന്ന്, എത്രയോ അടി ഉയരത്തിൽ നിന്ന് ഇതുപോലെ തള്ളിയിടാൻ ഒരുങ്ങി. പിടിച്ച് നിന്നു. തിരിഞ്ഞ് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ തള്ളിയത്. അപ്പോൾ പറഞ്ഞു ഒരു പാമ്പ് വന്നു കൊത്താനായിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ പിടിച്ചതാണ്, പിടിച്ചപ്പോൾ കൈ അങ്ങോട്ട് തള്ളിപ്പോയതാണ് എന്ന് സിയ പറഞ്ഞു. ജൂൺ 14-ാം തീയതിയാണ് ആദ്യം ഇതുപോലെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നെ വീണ്ടും രണ്ടാമതാണ് ജൂൺ 18-ാം തീയതി. അതിനു മുമ്പും വേറൊരു ദിവസവും മൊത്തത്തിൽ 3 പ്രാവശ്യം ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു സിയ ഇരുന്നത്. അതിനുശേഷമാണ് 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യം പാളിപ്പോയി, രണ്ടാമതും പാളിപ്പോയി, 3ാമത് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ആ കോട്ടയുടെ അവിടെ കൊണ്ടുവന്നു. 2 പേരും നിൽക്കുന്നു. ഇതിനായിട്ട് കാമുകനെ വരുത്തേണ്. ഇയാളും കൂടെ ചേർന്നാണ് ഇത് ചെയ്യണത്. അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. എത്തിച്ചതിന് ശേഷം പിടിച്ചങ്ങ് തള്ളേണ്. ഇൻസ്റ്റയിൽ അത് കണ്ടുപിടിക്കാനും കാരണമുണ്ട്. കേതൻ അഗർവാളിൻ്റെ അച്ഛൻ ഇതുപോലെ അച്ഛന് സംശയം തോന്നിയതിൻ്റെ പേരിലാണ് പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ആസൂത്രണത്തിൽ പല കാര്യങ്ങൾ തെരഞ്ഞ് പഠിച്ച് റിസർച്ച് ചെയ്യുന്നത് നടത്താൻ ശ്രമിച്ച കൊലപാതകം അവസാനം അത് സാധ്യമാകുന്നു.
തീർച്ചയായും ക്രിസ്റ്റീന ഹാഷ്മി, ഇപ്പോഴും ഈ സിയ ഗോയൽ എന്ന പ്രതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയാൽ നമുക്ക് ഇപ്പോഴും കാണാം അന്ന് ആ പെൺകുട്ടി ഈ യുവാവുമായി കേതൻ അഗർവാളുമായി ഉള്ള ചില ദൃശ്യങ്ങൾ അവർ ഈ പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി അതിന്റെ കൗണ്ടൗണും മറ്റുമൊക്കെയാണ്. നേരത്തെ ഒരു മാസം മുമ്പേ തുടങ്ങുന്ന ആഘോഷമൊക്കെയാണ് വലിയ സർപ്രൈസ് സിയയ്ക്ക് കൊടുക്കുന്നതൊക്കെ. ആ പിറന്നാൾ ആഘോഷത്തിന് വരുന്നു, അത് വണ്ടിക്ക് അകത്ത് ഇരുന്നും കൊണ്ട് അവര് പൂ കൊടുക്കുന്നുണ്ട്. പാവം, എന്നിട്ട് ആ പയ്യൻ അറിയുന്നില്ല അവനെ ഇതുപോലെ കൊലപ്പെടുത്താനാണ് കൊണ്ടുപോണേന്ന് അത് അറിയുന്നില്ല. വിചാരിച്ചു അവൾക്ക് അമിതമായ സ്നേഹമുണ്ട്, ആ സ്നേഹം കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ദൃശ്യങ്ങളിൽ കാണാം അത്രമേൽ പ്രണയിച്ച രണ്ടു മനുഷ്യരാണ് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും. പക്ഷേ ഒരാൾ മാത്രമായിരുന്നു ആ പ്രണയത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഈ കൊലപാതക ശേഷം നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഏതാണ്ട് മാസങ്ങൾ നീണ്ട ജനുവരി മുതൽ തന്നെ ഈ കൊലപാതകത്തിന് സിയ തയ്യാറെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ രണ്ടുപേർക്ക് പ്രണയമില്ല, ആ പയ്യന് പ്രണയം ഉണ്ടായിരുന്നു, അവൾ അത്രമേൽ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവക്ക് തിരിച്ച് ഇങ്ങനെ അല്ലായിരുന്നു, തിരിച്ച് രണ്ടാമത്തെ കാമുകന്റെ അടുത്തായിരുന്നു പ്രണയം കൂടിയിരുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഈ ജനുവരി മുതൽ ഈ കൊലപാതകം നടന്ന ദിവസം വരെ ഈ പ്രതിയായ സിയ ഗോയലും ഒപ്പം തന്നെ അവരുടെ കാമുകൻ ചേതൻ ചൌധരി, ഈ ഇരുവരും തമ്മിൽ ഏതാണ്ട് 2000-ലധികം തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പല ഫോൺ കോളുകളും 2-3 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകം നടന്ന ദിവസം പോലും ആദ്യം ഇവർ കഫേയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അവസാനമായി ഒരു വട്ടം കൂടി ചർച്ച ചെയ്തു എന്ന വിവരം കൂടിയുണ്ട്. മാത്രമല്ല ഈ കാലയളവിൽ ഇവർ ഓൺലൈനിൽ എങ്ങനെ ഒരാളെ കൊല്ലാം എന്നുള്ള കാര്യം തിരഞ്ഞു. ഈ രണ്ടുപേരും തിരഞ്ഞു എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് പല വഴികൾ അവർ തേടി വിഷം നൽകുന്നതടക്കം സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. പല കാര്യങ്ങൾ അവർ പരിശോധിച്ചു. അതിനൊക്കെയുള്ള റിസ്ക് എന്താണ് എന്ന കാര്യം മനസ്സിലാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഈ കോട്ടയിലേക്ക് എത്തിച്ച് ലോകഘട്ട് കോട്ടയിലേക്ക് എത്തിച്ച് തള്ളിയിട്ട് കൊല്ലാം എന്നവർ തീരുമാനമെടുക്കുന്നത്. 3 ശ്രമം നടത്തി 3-ാം ശ്രമമാണ് വിജയം കാണുന്നത്. 4 ദിവസം മുമ്പ് ഈ കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പും അവിടെ ഇങ്ങനെ എത്തിയതാണ്. അന്ന് പിടിച്ച് തള്ളാൻ നോക്കിയപ്പോൾ അദ്ദേഹം താഴേക്ക് പോയില്ല, കേതൻ താഴേക്ക് പോയില്ല, പിടിച്ചു നിന്നു. എന്തിനാണ് തന്നെ തള്ളിയതെന്ന് ചോദിച്ചപ്പോൾ ആ പാമ്പുണ്ടായിരുന്നു, പാമ്പിനെ കണ്ട് താൻ പേടിച്ച് തള്ളിപ്പോയി. 4 ദിവസം മുമ്പാണ് ആ സംഭവം നടന്നത്. 18-ാം തീയതി ആളിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. അതുപോലെ 14-ാം തീയതി ജൂൺ 14-ാം തീയതി അവിടെ എത്തിച്ചിട്ട് ഇതുപോലെയുള്ള ശ്രമം നടത്തിയിട്ട് അത് വിജയിച്ചില്ല. അതുകൊണ്ടാണ് 18-ാം തീയതി വീണ്ടും കൊണ്ടുവന്നത്. സമ്മതിച്ചു തരണം, കൊല്ലണ്ടായിരുന്നു, എനിക്ക് വെറുതെ വിട്ടുകൂടായിരുന്നു. പിന്നെ അവൾ പറയണ ഒരു കാര്യമുണ്ട്, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്, കൊല്ലാതിരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ അത് തന്നെ ആലോചിക്കും, അപ്പം കാമുകനെ കിട്ടൂല എന്നാണ് അവൾ പറയണത്. പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് തടി തപ്പുകയായിരുന്നു സിയ ചെയ്തത്. പക്ഷേ 3-ാമത്തെ ശ്രമത്തിൽ അത് ലക്ഷ്യം കണ്ടു. ഇനി 3-ാം ശ്രമവും പരാജയപ്പെട്ടെങ്കിൽ മഹാബലേശ്വരിലേക്ക് പോയി 4-ാമത് ശ്രമം കൂടി നടത്തും എന്നതും പ്രതികൾ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് പറയുന്നത്. കേതൻ 26 വയസ്സ്, ആകെ 26 വയസ്സേ ഉള്ളൂ. സിയ ഗോയലിനെ കേതന്റെ വീട്ടുകാരൊക്കെ അടുത്ത സ്ഥലത്ത് ഇത് 3-ാമത്തെ ശ്രമം വിജയിച്ചില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ സിയ മനസ്സിൽ കണ്ടു. തീർത്തും ഇവനെ വേണ്ട എന്നുള്ളൊരു രീതിക്കായി. ഇവൻ അത്രയ്ക്കും അവളടുത്ത് പ്രണയമായിപ്പോയി. കാര്യമായി നോക്കിയതാണ്. 70 മുറികളുള്ള എന്തോ വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമൊക്കെ സിയയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വളരെ ആഘോഷമായി ദീർഘനാളത്തെ കോടികൾ പൊടിച്ചപ്പോൾ സമ്പന്ന കുടുംബങ്ങളാണ് എന്ന് തോന്നുന്നു. അപ്പോൾ വിവാഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ സിയയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല, വേറൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ തീരാവുന്നതാണ്. അതാണ് ഈ മട്ടിൽ അക്രമവും ക്രൂരമായ കൊലപാതകം. രണ്ടുപേരും നല്ല ആസ്തിയുള്ള സമ്പന്ന കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര 17 കോടിയും ഒക്കെ കൊടുത്തൊരു കൊട്ടാരമൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ചടങ്ങുകൾ നടത്തണമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ വിമാനമൊക്കെ ഏർപ്പാട് ചെയ്തെങ്കിൽ അത് അത്രയും ഉള്ളവരാണല്ലോ. ശരിയാണ്. ഈ ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലാണ് പ്രതികളുള്ളത്. പ്രതികളോട് പോലീസും ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതിന് പ്രതികൾ ആവർത്തിച്ച് മറുപടി പറയുന്നത്, സിയയാണ് ഇതിന് കൃത്യമായൊരു മറുപടി പറയുന്നത്. സിയ പറയുന്നത് അങ്ങനെ താൻ വിവാഹം മുടക്കിയാലോ അല്ലെങ്കിൽ ഒളിച്ചോടിയാലോ അത് കുടുംബത്തിന് വലിയ മാനക്കേട് ഉണ്ടാകും. ആ മാനക്കേട് ഭയന്നാണ് ഇങ്ങനെ ഒരു തന്ത്രത്തിലേക്ക്, ഒരു കുബുദ്ധിയിലേക്ക് തങ്ങൾ പോയത് എന്നൊരു ന്യായമാണ് സിയ ഇപ്പോഴും പറയുന്നത്. അത് അറസ്റ്റിലായ നിമിഷം മുതൽ ഇപ്പോഴും ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ സമൂഹത്തെ ഭയന്ന് ഒരു നോ പറഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം മുടക്കിയാൽ ഒളിച്ചോടി പോയാൽ അങ്ങനെ വീട്ടുകാർക്ക് നാണക്കേട് വരും.
യവന് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുമ്പോൾ യവൻ ജീവനോടെ ഇരിക്കുമ്പോൾ വേറൊരാളിൻ്റെ കൂടെ പ്രണയിച്ച് പോകുന്നത് വീട്ടുകാർക്കൊരു നാണക്കേട്. ആ നാണക്കേട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് എവളല്ല ചെയ്തത് എന്ന് വരുത്തി വരെ അവിടെ തീർത്തു. പിന്നെ ആ അച്ഛൻ്റെ, അതായത് ഈ പയ്യൻ്റെ അച്ഛൻ്റെ ഒരു സംശയം കൊണ്ടാണ് ഇതിനൊരു തീരുമാനമെടുത്തതും പിന്നെ അത് ഇപ്പം തെളിഞ്ഞു വന്നതും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഇപ്പം എവളാണിത് ചെയ്തതെന്ന് വന്നത്. ചെയ്താൽ അതുണ്ടാക്കാവുന്ന മാനഹാനി താൻ ഭയന്നു. അതിന് പ്രതിവിധി എന്നോണമാണ് കേതനെ വധിച്ച് അതിനുശേഷം ഒരു അപകടമായി വരുത്തി തീർത്ത് തന്ത്രപരമായി കേതൻ ഒഴിഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നീട് കാമുകനെ വിവാഹം ചെയ്യാം എന്ന് താൻ കരുതി എന്നതാണ് പറയുന്നത്. ഇതിപ്പോ ജീവിതകാലം മുഴുവനും അങ്ങനെ കിടക്കാമല്ലോ ജയിലിൽ. ഇപ്പൊ സമാധാനമായില്ലേ. അപ്പോൾ വിചാരിച്ചു ഈ പയ്യനെ അങ്ങ് തീർക്കാം. ഈ പയ്യനെ അങ്ങ് കൊലപ്പെടുത്തുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കാമുകനെ തന്നെ കിട്ടും, ഇത് രഹസ്യമായിട്ട് വെച്ചേക്കാം എന്നും സിയെ വിചാരിച്ചു. ഇതാണ് ഇത്രത്തോളം നടന്നത് സംഭവം. ഇപ്പം രഹസ്യമായിട്ട് വെച്ചത് ഇപ്പം പരസ്യമായി 2 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇനി എത്ര നാൾ കിടക്കുമാവോ? ഇനി ഇറങ്ങുമ്പോൾ 2 പേരും ചിലപ്പോൾ വിവാഹം കഴിച്ചെന്നിരിക്കും. എന്നാലും സ്വസ്ഥതയുണ്ട് ആ ജീവിതത്തിൽ. ആ പയ്യനെ അങ്ങ് കൊല്ലാതെ വിടാമായിരുന്നില്ലേ? അതിനെ എന്തിനാണ് കൊന്നത്? കൊല്ലാതെ അങ്ങ് വിടാമായിരുന്നു. അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടില്ലേ? ഈ 2 കുടുംബങ്ങളും അതിസമ്പന്നമായ കുടുംബമാണ്. സക്സസ് എന്നൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട കേതൻ. 26 വയസ്സാണ്, പക്ഷേ ഉയർന്ന പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അച്ഛനും ഇതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെതാണ്. അതിൻ്റെ ആ ഒരു ജോലി തന്നെയാണ് മകനും ചെയ്തത്. റിയൽ എസ്റ്റേറ്റ് മാനേജിംഗ് ഡയറക്ടറാണ് ഈ മകൻ. അതുപോലെ അച്ഛനും അതേ ഇതിൽ ലെവലിൽ തന്നെ ഇരുന്ന ആളാണ്. അതാണ് പറഞ്ഞത്, ഭയങ്കരമായ കോടീശ്വരനാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി എങ്ങനെയാണ്, അതുകൊണ്ട് അവർ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രേമിച്ചതാണ്, കുറച്ച് നാളത്തെ പ്രണയം ഇവർ തങ്ങളിലും. എന്നിട്ടാണ് വീട്ടുകാർ കല്യാണം ആലോചിച്ചത്. അപ്പോൾ വിചാരിച്ച് 2 പേർക്കും പണമുണ്ട്, പണം ഉള്ളപ്പോഴത്തേക്ക് ഇതങ്ങ് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച്. വീട്ടുകാരറിഞ്ഞില്ല മകൾക്ക് അടുത്ത ഒരു റിലേഷൻ ഉണ്ടായതും എന്നും വീട്ടുകാരറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ അതിനെന്ത് ഇറങ്ങിയിട്ട് 2 പേർക്കും കല്യാണം കഴിക്കാമല്ലോ സമാധാനമായിട്ട്. കുടുംബത്തിന് പാരമ്പര്യമായി വലിയ സ്വത്തുള്ളതാണ്. ഈ സിയുടെ കുടുംബവും സമ്പത്തിന്റെ കാര്യത്തിൽ വലിയ പുറകോട്ടല്ല, അവരും വലിയ സമ്പത്തുള്ള കുടുംബമാണ്. അതുകൊണ്ടാണ് വലിയ റിസോർട്ടുകൾ ജയ്പൂരിൽ ബുക്ക് ചെയ്യുകയും ഏതാണ്ട് 17 കോടിയോളം രൂപ അതിനു വേണ്ടി മാത്രം പൊടിച്ചു എന്നതാണ് പറയുന്നത്. വിവാഹം അടുത്ത മാസം നടക്കാനിരിക്കുകയായിരുന്നു. പൂനെയിൽ നിന്ന് ജയ്പൂരിലേക്ക് 2 ചാർട്ടേഡ് വിമാനങ്ങൾ ഒക്കെ ബുക്ക് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിരുന്നു. അങ്ങനെ അല്ല ഈ പൂവൊക്കെ കൊടുക്കണം. ഇത് കണ്ടിട്ട് ആ ബർത്ത്ഡേ ആ ഒരു ഇത് സന്തോഷവും അങ്ങനെ എങ്ങാണ്ടാണ് പൂവൊക്കെ കൊടുക്കണം. ആ പയ്യൻ എപ്പോഴൊന്നും വിചാരിച്ചില്ല എന്നെ അവൾ കൊല്ലാൻ കൊണ്ടുപോവേണ് എന്ന് വിചാരിച്ചില്ല. അത്രയ്ക്ക് വിശ്വസിച്ചു ആ പയ്യൻ. അതാണ് അവിടെയാണ് തെറ്റു പറ്റിയത്. പാവ ഒരു ശകലം പോലും അറിഞ്ഞു കാണൂല ഇവൾക്ക് ഇങ്ങനെ ഒരു കാമുകനുണ്ടെന്നോ. അത് ചിരിച്ച് സന്തോഷിച്ചാണ് അവളടുത്തായി ഇരിക്കുന്നത്. അപ്പോഴും അവൾക്ക് പ്രതികാരം വരുന്ന അവളെ മനസ്സിനകത്ത്, എങ്ങനെയെങ്കിലും യവനെ കൊലപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത. സമ്പന്നമായ കുടുംബങ്ങളാണ്, പക്ഷെ മാനഹാനി ഭയന്ന് കല്യാണം നിർത്തിയാൽ ഉള്ള മാനഹാനി ഭയന്നാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നൊരു ന്യായം. അത് അവള് ന്യായം പറയണതാണ്. അത് വീട്ടുകാർക്ക് ഒരു ഇതാവും. അവന് ഇനി ഇവള് വേറെ കാമുകന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അത് വീട്ടുകാർക്ക് നാണക്കേടാകും എന്നൊക്കെ ഇവള് അത് പറയണതാണ്. അവൾക്ക് നിന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ അത് പറഞ്ഞത്. എന്തായാലും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ ആളുകൾ മാലയിട്ട് അവളെ സ്വീകരിക്കുന്നുണ്ട്. അതൊന്ന് കാണാം. നല്ല നോട്ടുമാലയാണ് കേട്ടാ. അള്ളി കുനിഞ്ഞു പോണാണ്ടില്ലേ അവള്, മുഖമൊക്കെ മൂടിക്കെട്ടി. ഇതാണ് പറയണ കള്ളത്തരവെന്ന്. നോട്ടുമാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് നമ്മളെയൊക്കെ അടിച്ചങ്ങ് വിട്ടുകൊടുക്കണം. ആ പയ്യനെ വെറുതെ വിട്ടുകൂടായിരുന്ന, നീ അവൻ്റെ കൂടെ പോടി. പക്ഷെ അയാളെ നീ കൊല്ലാതെ അങ്ങ് വിട്ടുകൂടായിരുന്ന. എന്തിനു കൊന്നത്? ആ അമ്മയും അച്ഛനെയൊക്കെ ഒരു സ്ഥലത്ത് കിടന്ന് വിളിക്കുന്നുണ്ട് ആ മകന് വേണ്ടിയിട്ട്. കഷ്ടം. ഇനിയിപ്പോൾ കാമുകനുമായിട്ട് സുഖമായിട്ട് വാഴാം. ഇല്ലാതെ നഷ്ടപ്പെട്ടത് ആ അമ്മയ്ക്കും അച്ഛനും മാത്രം, അല്ലാതെ ആർക്കും അല്ല.